നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സുഹൃത്തുക്കളെ, നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ചെയ്യുവാനായി പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിനെ കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് അനുദിനം ഈ വ്യക്തിയുടെ മനസ്സിൽ ഹൃദയത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളുമായി ദൂരേക്ക് പോകാൻ അല്ലെങ്കിൽ അകന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി ഇന്ന് ഈ ഒരു ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നത്. അത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഇല്ലെങ്കിൽ പണ്ട് തന്നെ ഈ വ്യക്തി വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകേണ്ടതായിരുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പവിത്രത അല്ലെങ്കിൽ നിങ്ങളുടെ അഗാധമായ സ്നേഹം, അതിനു മുന്നിൽ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളുമായിട്ട് അകന്നു പിരിയാനോ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ സാധിക്കുകയില്ല. നിങ്ങളെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം ഇരുട്ടിലാകുന്നതിന് തുല്യമാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളെ തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങളുമായിട്ട് ഇനി എങ്ങനെ കൂട്ടുകൂടണം, നിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള പദ്ധതികളോട് കൂടിയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഡെഡിക്കേഷൻ ആണ്. നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് തന്നെ ആയാലും നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിലകൊള്ളുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുമായിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമാണ്. നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് പറഞ്ഞറിയിക്കാനാകാത്ത വിധത്തിലുള്ള സന്തോഷകരമായ മാറ്റങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സണായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് വീടെല്ലാം ശരിയാക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ വീട് ശരിയാക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റെല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുമായി ഒരുമിച്ച് ചേരുന്നതിനെ കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശത്രുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശത്രുക്കളായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കുന്ന രീതിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിൽക്കുന്നതായിട്ടാണ്. നിങ്ങളുമായി ഒരുമിക്കുന്നതിനും നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയും നിങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ചില പദ്ധതികളുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ വ്യക്തി ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതായിട്ടും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാത്തതായും തോന്നിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം തോന്നിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കുവാനും നല്ല നല്ല തീരുമാനങ്ങളിലേക്ക് വന്നു ചേരുവാനും വേണ്ടിയിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു.
അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് കൂടിച്ചേരുവാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലെ പവിത്രത അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള മനസ്സ്, അതിനെയാണ് ഈ പേഴ്സൺ എപ്പോഴും നോക്കുന്നത്. അതിലേക്ക് മാത്രമാണ് ഈ പേഴ്സൺ കണ്ണോടിക്കുന്നത്. അതിലേക്ക് മാത്രമാണ് ഈ വ്യക്തി ശ്രദ്ധിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിക്ക് വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ്. അത് പുതിയൊരു തുടക്കമാകാം, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ചും ആകാം. ഇത്തരം സാഹചര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെല്ലാം നിങ്ങളുമായി റിയൂണിയൻ ചെയ്യണം, എങ്ങനെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നിവയെ കുറിച്ചെല്ലാം തന്നെ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലും പുറകിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ നിങ്ങളുടെ മനസ്സ് നോവിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള തുടക്കം മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും ഒറ്റയ്ക്ക് ജീവിക്കാനും ഈ വ്യക്തി തയ്യാറാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ കൂടെ വേണ്ടതെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ മാറ്റി നിർത്തുന്ന ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി തകർന്നടിയുമെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ശത്രുക്കളെയെല്ലാം മാറ്റി നിർത്തുന്നു, നല്ല വ്യക്തികളെ മാത്രം നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ തരത്തിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ആ ഒരു പോസിറ്റീവായ മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണോ പേടിക്കുന്നത്, നിങ്ങൾ ആരെയാണോ ഭയപ്പെടുന്നത്, ഈ പ്രണയബന്ധത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യമോ വ്യക്തികളോ ആരാണോ, ആ ഒരു കാര്യത്തെ പരിപൂർണമായിട്ടും പരിഹരിച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ചില പദ്ധതികളിലൂടെയും ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നുമില്ല. എന്തു തന്നെ ആയാലും പ്രശ്നങ്ങളെ നേരിടുവാനും അത് ബുദ്ധിപൂർവം സമാധാനപൂർവം പരിഹരിക്കുവാനും ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ മാത്രമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ശത്രുക്കളെ മാറ്റി നിർത്താൻ തന്നെയാണ് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിശ്വാസത്തോടെ നിങ്ങൾ എത്രമാത്രം നിൽക്കുന്നുവോ അത്രയും പൂർവാധികം ശക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. നിങ്ങളിലെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകാം. ആ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നേടിത്തരുവാനും നിങ്ങളെ പരിപാലിക്കുവാനും ഈ വ്യക്തി തയ്യാറാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണം ഒരിക്കലും മായുകയില്ല. കാരണം നിങ്ങളുടെ സ്വഭാവ രീതിയും മനഃശുദ്ധിയുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തമായ ആയുധം. ആ ഒരു ആയുധത്തിലൂടെ ഈ വ്യക്തിയെ പോലും സ്വയം മറന്നുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അത്രമാത്രം നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങളിൽ ഓരോരുത്തരും. നിങ്ങൾ ഇപ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, വായനയുടെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.